നന്ദഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നിയായ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ തന്നെയും ആ കുഞ്ഞിനെയും പരസ്പരം മാറ്റിക്കിടത്തണമെന്നും ഭഗവാൻ വസുദേവരോട് നിർദ്ദേശിച്ചു. അനന്തരം ദേവകിയുടെ അപേക്ഷപ്രകാരം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യശിശുവിൻ്റെ രൂപം കൈക്കൊണ്ടു. വസുദേവർ ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം ശിശുവിനെയും കൊണ്ട് ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. ആ അവസരത്തിൽ അടഞ്ഞുകിടന്നിരുന്ന കവാടങ്ങൾ തനിയെ തുറന്നു. അദ്ദേഹത്തിൻ്റെ കാലുകളിലുണ്ടായിരുന്ന ചങ്ങലകൾ താനെ അഴിയുകയും ചെയ്തു. അപ്രകാരം പുറപ്പെട്ട വസുദേവർക്ക് ആദിശേഷൻ തൻ്റെ ഫണങ്ങൾ കൊണ്ട് കുട പിടിച്ചു. ഫണങ്ങളിലുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് വഴി കാണിച്ചു കൊടുത്തു. പോകുന്ന വഴിയിലുണ്ടായിരുന്ന ഭയാനകമായി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന കാളിന്തി തൻ്റെ ജലത്തെ രണ്ടായി പിരിച്ച് അദ്ദേഹത്തിന് മാർഗം നൽകി. ഭഗവാനെയും കൊണ്ട് വസുദേവർ നന്ദഗൃഹത്തിലേക്ക് പുറപ്പെട്ടപ്പോഴേക്കും യശോദ ഒരു പൊൻകുഞ്ഞിനെ പ്രസവിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യോഗമായായിരുന്നു അപ്രകാരം യശോദയുടെ പുത്രിയായി ജനിച്ചത്. വസുദേവർ ഭഗവാനെയും കൊണ്ട് നന്ദഗൃഹത്തിലെത്തി. അവിടെയാകട്ടെ പ്രസവം കഴിഞ്ഞ യശോദയടക്കം എല്ലാവരും ഗാഠനിദ്രയിലായിരുന്നു. യോഗമായിയുടെ വൈഭവത്താലും പ്രസവം കഴിഞ്ഞ ക്ഷീണത്താലും താൻ പ്രസവിച്ച കുട്ടി ആണോ പെണ്ണോ എന്ന യശോദ പോലും അറിഞ്ഞില്ല. വസുദേവർ ആരും അറിയാതെ തൻ്റെ കയ്യിലുള്ള ശിശുവിനെ യശോദയുടെ പ്രസവതൽപ്പത്തിൽ കിടത്തി. അവിടെ കിടന്ന പെൺകുട്ടിയെയും കൊണ്ട് തൻ്റെ ഗൃഹത്തിൽ തിരിച്ചു വന്ന് ആ കുട്ടിയെ ദേവകിയുടെ പ്രസവതൽപ്പത്തിൽ കിടത്തി. അപ്പോഴേക്കും കവാടങ്ങൾ അടഞ്ഞു. തൻ്റെ കാലിലെ ചങ്ങലയും പൂർവ്വസ്ഥിതിയിലായി. ഹരേ കൃഷ്ണ.